ചേതൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. നേരത്തെ ഞാൻ സന്തോഷിനോട് തന്നെ കാസർഗോഡിൻ്റെയും സ്ഥിതി ചോദിച്ചുവെങ്കിലും കാസർഗോഡ് നിന്ന് ചേതൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ചേതൻ, എന്താണ് കാസർഗോഡ് ജില്ല സംബന്ധിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്? ഏത് കാറ്റഗറി, ഏത് അലർട്ടിൽ പെടുന്നു? അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ്, കാസർഗോഡ് നിന്ന് ചേതനാണ്. ചേതന് നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് തോന്നുന്നു. കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാസർഗോഡ് ഉണ്ടായിട്ടുള്ള മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. ചേതൻ ചേരുന്നുണ്ട്. ചേതൻ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? എന്താണ് ജില്ലയുടെ സ്ഥിതി ഇപ്പോൾ? ഇപ്പോൾ കേൾക്കാം ശരത്ത്. ഈ നിലവിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. കഴിഞ്ഞ 2 ദിവസമായി റെഡ് അലേർട്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. മഴയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇടപെട്ടുള്ള മഴ ആണ് ഉള്ളതെങ്കിലും ശക്തി കുറഞ്ഞ മഴയാണ് പൊതുവെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പെരുമ്പടപ്പ് കടവ് പാലത്തിലാണ്. ചന്ദ്രഗിരി പുഴയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഒഴുക്ക് അല്പം കൂടിയിട്ടുണ്ട്. മഴ കൂടി വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട്. എന്നാലും തീരപ്രദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും ഉണ്ട്. ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി വീണുകയും റെയിൽവേ ട്രാക്കിലൊക്കെ ട്രെയിൻ ഗതാഗതം മരം വീണ് തടസ്സപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഈ കഴിഞ്ഞ 3-4 മണിക്കൂറായി മഴ അല്പമൊന്ന് കാസർഗോഡ് നഗരഭാഗങ്ങളിൽ മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരത്. ശരി, ചേതനാണ് കാസർഗോഡിൻ്റെ വിവരങ്ങൾ നൽകിയത്.